ഈ കെജ്രിവാളിന് ജാമ്യം കൊടുത്ത സുപ്രീം കോടതിയുടെ വിധി ഇടക്കാല ജാമ്യമാണല്ലോ. കെജ്രിവാൾ ചോദിച്ചിട്ടില്ല, എനിക്ക് ജാമ്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിടിച്ച് തലേ വെച്ച് കൊണ്ടുപോടാ എന്ന് പറഞ്ഞ് പിടിച്ചു കൊടുത്ത ജാമ്യ വിധി, അതിനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമർശിച്ചിട്ടുണ്ട്. വളരെ സൗമ്യമായി, ഇതിനു മുമ്പ് കേട്ടുകേഴ്വിയില്ലാത്തതാണ്, അസാധാരണമാണ്, കെജ്രിവാളിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്ന തരത്തിലൊക്കെയാണ് സ്പെഷ്യൽ പ്രത്യേക പരിഗണന. പക്ഷെ പ്രത്യേക പരിഗണനയല്ലേ? ഞാൻ ആലോചിക്കുകയാണേ, നമ്മുടെ ഹേമന്ത് സോറൻ ഇയാളെ തവിട് കൊടുത്ത് മേടിച്ചതാണോ? ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായിരുന്നു, ഇ ഡി കേസിൽ അറസ്റ്റിലാണ്, ഇപ്പോഴും ജയിലിലാണ്. ഹേമന്ത് സോറൻ്റെ പെറ്റീഷൻ ആദ്യം കൊടുത്ത് തള്ളി ഡിസ്പോസ് ചെയ്തു, വീണ്ടും കൊടുത്തു. അതായത് കെജ്രിവാളിന് കൊടുത്ത അതേ ഗ്രൗണ്ടിൽ എനിക്കും ജാമ്യം തരണം, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവാണ്, എനിക്കും ഇലക്ഷൻ പ്രചരണത്തിന് പോകണം. അപ്പോൾ ഇതേ ബെഞ്ച് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കൊടുത്ത അതേ സുപ്രീം കോടതി ബെഞ്ച് പറഞ്ഞു 20-ാം തീയതി കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെയും കപിൽ സിബൽ, സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖരായ അഭിഭാഷകരിൽ ഒരാളായ കപിൽ സിബൽ താണു വീണ് കേണ് പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ഇൻജസ്റ്റിസാണ്, എനിക്കും കെജ്രിവാളിന് കൊടുത്തതുപോലത്തെ നീതി വേണം എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് 17-ാം തീയതി പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അമിത്ഷാ പറഞ്ഞത് ശരിയല്ലേ? അതെ, സ്പെഷ്യൽ പരിഗണന കെജ്രിവാളിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജാർഖണ്ഡിൽ ഒരു മന്ത്രിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അസ്ഗർ ആലം. ആ 32 കോടി രൂപ അടുക്കള സഹായിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചതിൻ്റെ അയാൾക്ക് കൊടുക്കുമോ? ഇല്ലല്ലോ. അയാൾ പോട്ടെ, പിന്നെ ഒരു ദേശീയ നേതാവ്, വലിയ പാർട്ടിയുടെ നേതാവ്, മുഖ്യമന്ത്രിയാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട ആളാണ് ഈ ആലം. അതെ അതെ അതെ. കാരണം ഈ മരവിപ്പിച്ചിരിക്കുകയല്ലേ ഇൻകം ടാക്സ് കേസ് കാരണം, പിന്നെ ക്യാഷ് കൊടുക്കണ്ടേ 32 കോടി. അങ്ങനെ അദ്ദേഹം സമാഹരിച്ചു വെച്ചിരുന്നതാണ്. പക്ഷേ വലിയ അടുപ്പക്കാരനാണ്. പക്ഷെ ഒരു മന്ത്രിയാണ്, മുഖ്യമന്ത്രിയല്ല. കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്ന ആൾക്ക് പ്രചാരണത്തിന് പോകണം എന്ന് പറയുന്നു. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായിരുന്നു. പണ്ട് ജയലളിത മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് പിടിച്ച് ജയിലിലിട്ടത്, അവർക്ക് ജാമ്യം കൊടുത്തോ? അല്ല, അപ്പോൾ അമിത്ഷാ പറഞ്ഞത് ശരിയല്ലേ? അതെ, വളരെ സ്പെഷ്യലായ ഒരു ജുഡീഷ്യറിയുടെ ഒരു സ്പെഷ്യൽ ചൈൽഡ് അല്ലേ, മറ്റേ മാൻ ഫ്രൈഡേ എന്നൊക്കെ പറയുന്നത് പോലെ. ജുഡീഷ്യൽ താന്തോന്നിത്തം എന്ന് പറഞ്ഞാൽ കണ്ടംപ്റ്റ് ആവുമോ? അതുകൊണ്ട് അങ്ങനെ പറയണ്ട. ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ അതങ്ങനെ ഇത് ചോദിച്ചിട്ടേ ഇല്ല, ജാമ്യം തരണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ജാമ്യം വേണ്ട എന്നാ പറഞ്ഞത്. കാരണം ജാമ്യം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണത്. PMLA കേസിൽ 19(1) വകുപ്പ് പ്രകാരം ജാമ്യം കൊടുക്കില്ല. PLMA കേസുകളിൽ അതിനകത്ത് വേറെ സാധനമുണ്ട്, അതായത് അറസ്റ്റ് റദ്ദാക്കണം, അറസ്റ്റ് ഇല്ലീഗലായിട്ട് ജാമ്യം വേണ്ടല്ലോ. അപ്പോൾ കെജ്രിവാൾ അറസ്റ്റ് അംഗീകരിച്ചിട്ടില്ല. ജാമ്യം എടുക്കാൻ തയ്യാറായാൽ അറസ്റ്റ് അംഗീകരിച്ചാലല്ലേ ജാമ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ കോടതി സത്യത്തിൽ കെജ്രിവാളിനെ ഉപദ്രവിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അറസ്റ്റേ അംഗീകരിക്കാത്ത ആളോട് ജാമ്യം മേടിച്ചുകൊണ്ട് പോടാന്ന് പറഞ്ഞാൽ അറസ്റ്റ് കോടതി വാലിഡേറ്റ് ചെയ്തു, ശരിയല്ലേ? അത് ശരിയാ. അപ്പോൾ കെജ്രിവാൾ തോറ്റു. മാത്രമല്ല, ഇപ്പോൾ കുറേ സ്ഥലത്ത് കാണുന്നത് എന്താ അറിയോ, ഇപ്പോൾ ഇങ്ങേര് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചൂലിന് നിങ്ങൾ നന്നായി വോട്ട് ചെയ്താൽ എനിക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. കണ്ടംപ്റ്റാണ്. അമിത്ഷാ അതും പറഞ്ഞിട്ടുണ്ട്. കോടതി ജൂൺ 2-ാം തീയതി വരെ ഇടക്കാല ജാമ്യം കൊടുത്ത് വിട്ടിരിക്കുന്ന ആൾ പറയുകയാണ്, നിങ്ങൾ എനിക്ക് ചൂല് നോട്ട് ചെയ്താൽ എനിക്ക് ജയിലിൽ പോകാതെ കോടതി സഹായിക്കും എന്ന് പറഞ്ഞാൽ അത് കോടതിക്ക് ഒരു ദുരുദ്ദേശമുണ്ട് എന്ന് പറയുന്നതിന് തുല്യമല്ലേ? പിന്നെ ജാമ്യം അയാള് ദുരുപയോഗം ചെയ്തതല്ലേ എന്നൊരു ചോദ്യം. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അയാൾ ശരിക്കും പെട്ടുകിടക്കുകയാണ്. എന്നിട്ടാണ് മാത്രമല്ല, എൻ്റെ അറിവ് ജൂൺ 2-ാം തീയതി ഈ ഇങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിനെ പിരിച്ചുവിടും എന്നാണ് കേൾക്കുന്നത് ഇപ്പം. അപ്പം പിന്നെയോ, കാരണം അവിടെ മരവിച്ചിരിക്കുന്നു ഭരണമില്ല. ലഫ്റ്റനന്റ് ഗവർണറുമായിട്ട് അല്ലെങ്കിൽ തന്നെ ഈ ജാമ്യത്തിൽ വന്നത് മറ്റേ ആഫീസിൽ പോകരുത് എന്ന് പറഞ്ഞിട്ടാണല്ലോ, മുഖ്യമന്ത്രിയായിട്ടല്ല ഇപ്പോഴും നിൽക്കുന്നത്. അല്ല സാർ, ഈ കെജ്രിവാൾ പെട്ടുകിടക്കുക എന്ന് പറഞ്ഞപ്പോൾ വേറൊരു കഥ ഇന്ന് ABC ചാനലിൽ നമ്മളിന്ന് പുറത്തു വിട്ടിട്ടുണ്ട്. സാർ അത് കണ്ടു കാണില്ല. കാരണം കെജ്രിവാൾ പെട്ടിരിക്കുന്നത് മറ്റേ ആ സ്ത്രീ ഉണ്ടല്ലോ, രാജ്യസഭാ MP, സെക്രട്ടറി വൈഭവൻ്റെ തല്ലുകൊണ്ട നമ്മുടെ സ്വാതിയുടെ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കപിൽ ബജാജ് എന്ന് പറയുന്ന ഒരാൾ ഒരു വിവാദവുമായി വന്നിട്ടുണ്ട്. അത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞതല്ല,
അദ്ദേഹം പറഞ്ഞ വിവാദം 8 വർഷങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ ചാനലുകളിൽ വന്നിട്ടുണ്ട്. അന്നാണ് ഇവർ സെക്രട്ടറി അതെ, ഇവർ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ജനകീയ ആസൂത്രണം നടക്കുന്നു. ജനകീയ ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു സംഘം ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്നു. ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ, നമ്മുടെ തൈക്കാടാണല്ലോ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്, അവിടെ താമസിക്കുന്നു. അവിടെ താമസിക്കുമ്പോൾ കപിൽ ബജാജ് കൂടെയുണ്ട്. ശില്പ, അദ്ദേഹം ഒരു സാങ്കല്പിക പേരിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കെജ്രിവാളിനേക്കാൾ 16 വയസ്സ് മാത്രം പ്രായം കുറവുള്ള ശില്പ എന്ന ഒരു സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം അടുത്തടുത്ത മുറികളിൽ താമസിക്കുന്നു. കെജ്രിവാൾ പെട്ടെന്ന് കപിൽ ബജാജിനോട് പറയുന്നു, നിങ്ങൾ പോയിട്ട് നമ്മുടെ പരിപാടികൾക്ക് ഈ ഹിന്ദിയാണല്ലോ, ഒരു മലയാളത്തിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ലേറ്ററെ കാണണം എന്ന് പറയുന്നു. അങ്ങനെ കപിൽ ബജാജ് ABC ന്യൂസിലെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. വിശദവിവരങ്ങൾക്ക് ആ എപ്പിസോഡ് ABC ന്യൂസിൽ കാണുക. പോയിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് പോയ കാര്യം നടന്ന് തിരിച്ചു വരുമ്പോൾ മുറി അടച്ചിട്ടിരിക്കുകയാണ്. മുറിയിൽ മുട്ടുന്നു, അനക്കമില്ല. അപ്പോൾ ഇദ്ദേഹം പതുക്കെ സർക്കാരിൻ്റെ ഗസ്റ്റ് ഹൗസിൻ്റെ 2 പാളിയുള്ള കഥകാണ്. ഇതിൻ്റെ ഇടയിലൂടെ നോക്കിയപ്പോൾ ശില്പയും ഇദ്ദേഹവും കട്ടിലാണ്. അവിടെ നിന്ന് ബെല്ലടി കേട്ട് ചാടി എണീക്കുന്നു. നോക്കുമ്പോൾ താക്കോൽ പഴുതിലൂടെ നോക്കുമ്പോൾ ശില്പയോട് പറയുന്നു, ആ മുറിയിലെ അലമാരയ്ക്കുള്ളിൽ കയറി നിൽക്കാൻ പറയുന്നു. എന്നിട്ട് വന്ന് വാതിൽ തുറക്കുന്നു. ഇദ്ദേഹം ആകെ തകർന്നുപോയി. ജനാധിപത്യത്തിലും വ്യക്തി ജീവിതത്തിലും ട്രാൻസ്പെറൻസി, സത്യസന്ധത ഒക്കെ വേണമെന്ന് പറയുന്ന ആൾ ഇങ്ങനെ ചെയ്യുന്നു. കാരണം പിറ്റേ ദിവസം കൊച്ചിയിൽ കെജ്രിവാളിന് ട്രാൻസ്പെറൻസിയെക്കുറിച്ചൊരു പ്രസംഗവും കൂടിയുണ്ട്. അപ്പോൾ കപിൽ ബജാജ് ഇത് കണ്ടിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോന്നു. എന്നിട്ട് അദ്ദേഹം അത് പലരോടും പറഞ്ഞു. ചിലയിടത്തൊക്കെ വാർത്തയായി, പത്രങ്ങൾക്കൊക്കെ അയച്ചു കൊടുത്തു. അത് അന്ന് പി ഗുരു എന്ന് പറയുന്ന പി ഗുരുസ് അറിയാമല്ലോ, ഒരു ഇന്ത്യയിലെ പ്രബലമായ ഒരു നോർത്ത് ഇന്ത്യൻ ചാനലാണ്. 8 വർഷം മുമ്പ്, 8 വർഷം എന്ന് പറയുമ്പോൾ അന്ന് കെജ്രിവാൾ അറിയപ്പെടുന്നത് BJPയുടെ B ടീമായിട്ടാണ്. BJP സ്പോൺസേഡ് ആണെന്ന് പറയുന്നത് BJPയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന കാലത്താണ് പി ഗുരുവിൽ ഈ വാർത്ത വരുന്നത്. അതിപ്പോഴും അതിൻ്റെ URL ലഭ്യമാണ്, അവിടെ കയറി ക്ലിക്ക് ചെയ്താൽ കാണാം. എന്നിട്ട് ഇപ്പോൾ ഈ കപിൽ ബജാജ് വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ സംഭവം ഉണ്ടായി, അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ദില്ലിയിലെ പത്രങ്ങളെയൊക്കെ അറിയിച്ചു. അവരാരും വാർത്ത കൊടുക്കുന്നില്ല, കാരണം ദില്ലി സർക്കാരിൻ്റെ പരസ്യം വേണം. അദ്ദേഹം പറയുന്നത്, ആ ശില്പ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് 1-2 ക്ലൂ ഞാൻ തരാം. അവർക്ക് കെജ്രിവാളിനേക്കാൾ 16 വയസ്സ് പ്രായം കുറവാണ്. അവർ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അവർ ദില്ലിയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനത്തിൻ്റെ, ഭരണഘടനാ പദവിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അധ്യക്ഷയായിരുന്നു. ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സാറിന് മനസ്സിലായി കാണത്തില്ല? എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ബിപ്ലബ് കുമാർ എന്ന് ലക്നൌവിൽ കെജ്രിവാളിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാളെ പുറത്താക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ചെയ്തിട്ടില്ല. പിന്നെ തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ പണ്ട് ഞാൻ സഹകരണ മന്ത്രിയായിരുന്ന ഒരാളുടെ മുറിയിൽ ചെന്ന് മുട്ടിയിരുന്നു. ഇതുപോലെ മുട്ടിയപ്പോൾ അതെ, മറ്റേ വാതിൽ പഴുതിലൂടെ എന്നുള്ളിൽ കുങ്കുമം എന്നില്ലേ നോക്കിയല്ലേ? അപ്പൊ പത്തനംതിട്ട അല്ലല്ല, ഞാൻ ചെല്ലുന്ന പുള്ളിക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, നമ്മൾ റിസപ്ഷനിൽ വിളിച്ചിട്ടാണല്ലോ. അപ്പൊ പത്തനംതിട്ടയിലെ ഒരു കോൺഗ്രസ് നേതാവ്, ഇദ്ദേഹം വേറെ വേറൊരു പാർട്ടിയുടെ ഏക മന്ത്രിയാണ് അദ്ദേഹം. മുമ്പ് CPM ഉണ്ടായിരുന്ന ആളാണ്. ഇറങ്ങി വന്നു, പിന്നെ അവര് പോയി. അപ്പൊ ഞാൻ ഇത് ആ പാർട്ടിയിലെ യുവ നേതാവിനോട് ഇങ്ങനെ കണ്ടടോ എന്ന് പറഞ്ഞു. സുന്ദരനല്ലേ അദ്ദേഹം, രാമേന്ദ്ര. അപ്പൊ വാതിൽപ്പഴുതിലൂടെ കാണാൻ പറ്റൂല്ലേ? തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ എത്ര കഥകളാണ് ഇതുപോലത്തെ. അപ്പൊ ഇയാള് പറഞ്ഞത് കുറച്ച് വിശ്വസിക്കാം. കപിൽ ബജാജ് പറയുന്നത് വാതിൽപ്പഴുതിലൂടെ അവിടെ ഒരു ശല്യം, ആരും ശല്യപ്പെടുത്താനൊന്നും ഉണ്ടാവില്ല. ഏതായാലും നമുക്ക് തിരിച്ചു വരാം. അതെ. അപ്പോൾ കെജ്രിവാളിൻ്റെ അപ്പോൾ കെജ്രിവാൾ അതിനുശേഷം ഈ സ്വാതിയുടെ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം കെജ്രിവാളിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. ഒന്നും ഇതിനെപ്പറ്റി ഇന്ന് മറ്റേ അഖിലേഷ് യാദവിൻ്റെ കൂടെ പത്രസമ്മേളനം നടത്തി. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അഖിലേഷ് യാദവ് പറഞ്ഞു വേറെ എന്തൊക്കെ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് ചോദിച്ചു അഖിലേഷ് യാദവ്. ഇയാൾ മിണ്ടിയില്ല. മറ്റേ ഈ സ്വാതി പെട്ടെന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു ആം ആദ്മി പാർട്ടിയിൽ. അല്ല, ഇന്നലെ സഞ്ജയ് സിംഗ് പോയി കണ്ടു. അത് ഭീഷണിപ്പെടുത്താനായിരുന്നു എന്നാണ് അവരുടെ മുൻ ഭർത്താവ് നമ്മുടെ ജയ്ഹിന്ദ് പറയുന്നത്. അത് ജയ്ഹിന്ദ്, നവീൻ ജയ്ഹിന്ദ്. അപ്പോൾ ഏതായാലും ഈ മർലേന, അദീഷി മർലേന എന്ന പുതിയ ഒരു മന്ത്രി വന്നതിന് ശേഷം സ്വാതി വല്ലാതെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അതിൻ്റെ ഒരു ചുരുക്കും പരിഭവവും ഒക്കെ സ്വാതിക്കുണ്ടാവും. ഉണ്ട് ഉണ്ട് കാരണം സ്വാതി ചെറുപ്പമാണല്ലോ, അതെ. കെജ്രിവാളിനേക്കാളും 16 വയസ്സ് കുറവുമാണല്ലോ. അതെ. ആ, അപ്പോൾ ഇതാണ് സാറ്. അപ്പോൾ സാറ് പറഞ്ഞു വന്നത്, നമ്മൾ പറഞ്ഞു വന്ന വിഷയം, അപ്പോൾ കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാൾ ശക്തനാവുകയല്ല, കൂടുതൽ ദുർബലനായി വരുന്നു. വളരെ വളരെ ദുർബലനാവുകയാണ്. കാരണം ആ മന്ത്രിസഭ പിരിച്ചുവിടുന്നതോടുകൂടി പിന്നെ അമേരിക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്ത്യയെ പഴി പറഞ്ഞു കൊണ്ടിരിക്കുക എന്ന് മാത്രമല്ല, അമേരിക്കയുടെ മുഖ്യമന്ത്രിയാണല്ലോ. അതെ, അമേരിക്കയുടെ മുഖ്യമന്ത്രിയും ഏജന്റുമാണ്. കാരണം 2000 പരിവർത്തൻ എന്ന് പറഞ്ഞ NGO ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കബീർ എന്ന് പറഞ്ഞ NGO ഉണ്ടാക്കി. പരിവർത്തനല്ല, ഈ കബീർ എന്ന് പറഞ്ഞ NGOയ്ക്കാണ് അമേരിക്ക 3.5 കോടി രൂപ. അതിൻ്റെയൊക്കെ ബാനറിലാണ് അദ്ദേഹം കേരളത്തിലെ ജനകീയാസൂത്രണം പഠിക്കാൻ 2008 നവംബർ 18 വന്നത്. 2008 നവംബർ 18. അതെ, ആ NGOയ്ക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വേണമെങ്കിൽ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലെ റെക്കോർഡ്സ് നോക്കിയാൽ അറിയാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ അവിടുത്തെ സെക്രട്ടേറിയറ്റിലൊരു IASകാരനെ മുസൂറിയിൽ ബാച്ച്മേറ്റ് ആയിരുന്നു. ഓ, അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ റെഡിയാക്കി കൊടുത്തായിരിക്കും. കെജ്രിവാളിന്റെ ബാച്ച്മേറ്റ് ആണ്. ഞാൻ പേര് പറയുന്നില്ല. രണ്ടാമത്തെ ഭാഗത്ത് ലാൽ എന്നുണ്ട്. അപ്പോ മറ്റേ കെജ്രിവാൾ മുഖ്യമന്ത്രി ആയപ്പോ വാളും ലാലും അദ്ദേഹം മറ്റേ ഒരു കുറിപ്പ് എഴുതിയിരുന്നു. കാരണം ഇദ്ദേഹം IRSഉം മറ്റേത് IASനും, പക്ഷെ ട്രെയിനിങ് ഒന്നിച്ചാണല്ലോ മസൂറിയില്. അപ്പോൾ അന്ന് തന്നെ ഇദ്ദേഹത്തിന് പിന്നെ വലിയ നന്മകൾ സമൂഹത്തിന് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ആ കുറിപ്പിൽ ഇദ്ദേഹം എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ബാച്ച്മേറ്റ്. ഓക്കെ. അപ്പോ അല്ല, അദ്ദേഹത്തിന് ഇതിൽ നിന്നും മനസ്സിലാവണമെന്നില്ല. അല്ലല്ല, അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. അദ്ദേഹം നന്മയുള്ള, ഞാൻ ഉദ്ദേശിച്ച ആളാണെങ്കിൽ അദ്ദേഹം വളരെ ജെന്റിൽമാനായ, വളരെ നന്മയുള്ള ഒരാളാണ്. അപ്പോൾ അന്ന് ഈ അവര് മറ്റേ FCRIയിൽ നിന്ന് ഈ മാറാൻ വിസമ്മതിച്ചത് കൊണ്ട് നിരീക്ഷണ പട്ടികയിൽ കോൺഗ്രസിന്റെ കാലത്ത് തന്നെ ഇയാൾ വന്നിട്ടുണ്ട്. കെജ്രിവാളിന്റെ ഈ കൈപ്പറ്റുന്നുണ്ട്. NGO അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 2004 കിട്ടിയ അശോക ഫെല്ലോഷിപ്പും ഇതുപോലെ വിദേശ പണം കൊണ്ടാണ് കിട്ടിയിരുന്നത്. മറ്റേ ഫോർട്ട് ഫൗണ്ടേഷൻ പറയാനില്ലല്ലോ, CIAയുടെ സാംസ്കാരിക സംഘടനയാണ് ഈ ഫോർട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രതിനിധി ഫോർട്ട് ഫൗണ്ടേഷൻ്റെ ഇപ്പോൾ ഡൽഹിയിലുള്ള ആൾ സ്റ്റീവൻ സോൾനിക്, അങ്ങേരുമാണ് ഈ 3.5 കോടി രൂപ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് ബിസിനസ് ഇൻസൈഡറിലെ റിപ്പോർട്ടിലൊക്കെ നമുക്ക് കാണാം. ഇദ്ദേഹമായിട്ടുള്ള ഇൻ്റർവ്യൂ, ഞങ്ങൾ ഈ ഇതിന് 3.5 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ് മാക്സസെ, ഫിലിപ്പൈനിലെ പഴയ പ്രതിരോധ മന്ത്രിയുടെ പേരിലാണെങ്കിലും പ്രസിഡന്റും ആയി പേരിലാണെങ്കിലും കൊടുക്കുന്നത് റോക്ക്ഫെല്ലർ ഫൗണ്ടേഷനാണ്. പക്ഷെ ഇവിടെ ഒരു വിശ്വാസ്യത ഉണ്ടാക്കാൻ അത് ജയപ്രകാശ് നാരായണന് കൊടുത്തിട്ടുണ്ട്, വിനോബ ഭാവയ്ക്ക് കൊടുത്തിട്ടുണ്ട്, MS സുബ്ബലക്ഷ്മിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോഴാണ് കെജ്രിവാൾ, TM കൃഷ്ണ, P സായിനാഥ്, ഇങ്ങനെ അത്യാവശ്യം ഈ അരാജകത്വമൊക്കെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ പറ്റുന്ന ആളുകളെയാണ് അവർ പിന്നീട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2011 ഇവര് മറ്റേ അമേരിക്കയിൽ ദണ്ഡി മാർച്ച് 240 കിലോമീറ്റർ നടത്തിയിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ഈ ജന്തർ മന്ദറിൽ മറ്റേ അണ്ണാ ഹസാരെയുമായിട്ട് സത്യഗ്രഹം നടത്തുമ്പോൾ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണ് അമേരിക്കയിൽ ഈ ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞിട്ട്, പുതിയ ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞു. അണ്ണാ ഹസാരെ പക്ഷേ ഇപ്പോൾ ഇങ്ങനെ തല്ലി കൊല്ലണം എന്ന് പറഞ്ഞ് നടക്കുക പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത്, മഹാവൃത്തിയോട്ടാനാണ്, മദ്യാസക്തിയിൽ മുങ്ങിക്കിടക്കുന്നവനാണ്. അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം മദ്യനയത്തിനെ പറ്റി മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങ് ഈ തൈക്കാട് സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് സംശയം വേറെയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വേറെയും സംശയങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ കഥകൾ ഫ്രാൻസിസ് ടോണർ എഴുതിയ ഹൂ പെയ്ഡ് ദ പൈപ്പർ എന്ന് പറഞ്ഞ പുസ്തകത്തിലുണ്ട്. പിന്നെ ജെയിംസ് പെട്രാസ് എഴുതിയ ഫോർട്ട് ഫൗണ്ടേഷൻ ആൻഡ് ദ CIA എന്ന് പറഞ്ഞ പുസ്തകത്തിലും ഉണ്ട്. അമേരിക്കൻ്റെ ഒരു പാവയായിട്ടോ ഏജൻ്റായിട്ടോ ഒക്കെ നടക്കുന്ന ഒരാളാണ് ഈ കെജ്രിവാൾ. അതാണ് അവർക്ക് വലിയ വിഷമം. ഈ കൊല്ലം പ്രധാനമന്ത്രിയാകുന്നവർ 8 കൊല്ലം മുമ്പ് തന്നെ കരുതിയിരുന്ന ഒരാളാണ്, വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇവിടെ വളരും എന്നുള്ളതൊക്കെ. പക്ഷേ ഈ തൈക്കാട് കേസ് കൂടി വന്നതോടുകൂടി
ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നില്ല. ഞാനോടത്ത് തൈക്കാട് കേസ് വന്നുകൂടി നമുക്ക് അഭിമാനിക്കാന്ന് പറയാന്ന് അതല്ല ഞാൻ ഒന്ന് നിർത്തിയത്. അത് സുനിൽ പറയുന്ന വിചാരിച്ചത്. മലയാളിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അപ്പോ കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ കരുതുന്ന. അതെ അതെ, ഏത് പിഴച്ച സമയത്താണോ ഈ മുടിയാനായി ജഡ്ജിമാർ എനിക്ക് ജാമ്യം തന്നത് അല്ലേ? അതെ, ഏതായാലും വരും ഓരോ കാലം അതെ എന്നാണല്ലോ പറയുന്നത്. അതെ, ഇത് വിധിച്ചത് ഈ പ്രാണികൾക്കൊക്കെ ഓരോ ദശ എന്നും പറഞ്ഞിട്ടുണ്ട്. ശനിദശയാണ്.